എന്തൊക്കെ അങ്ങനെ ആലോചിച്ചിരിക്കണ്? നോമ്പൊക്കെ എത്ര പെട്ടെന്ന് കടന്നു പോണതില്ലേ? നോമ്പൊക്കെ എത്ര പെട്ടെന്നാ, എത്ര പെട്ടെന്ന് എത്ര നോമ്പ് കഴിഞ്ഞു പോയി. എല്ലാ നോമ്പും നല്ല സന്തോഷത്തില് നോട്ട് വീട്ടാൻ ഇതുവരെ പറ്റി. ഇനി ഇവിടെ നിന്നുള്ളതൊക്കെ വളരെ ഭംഗിയായിട്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അള്ളാഹു സാധിപ്പിച്ച് തരട്ടെ. പിന്നെ സക്കാത്ത് കൊടുക്കണ്ടേ നമുക്ക്? ഞാനത് പറയാതിരിക്കുന്നു. നമ്മ കൊടുക്കാൻ ദിവസമൊക്കെ ആയില്ലേ? അത് നാളെ തന്നെ ഒക്കെ ആയിട്ടാണ് കൊടുക്കായിരുന്നു. നമുക്ക് നാളെ തന്നെ ഒക്കെ ആയിട്ട് കൊടുക്കാം. അതെ, കൊടുക്കേണ്ടി പറയേ എവിടെ കൊടുക്കാൻ വിചാരിച്ചുള്ളത്? നമുക്ക് മേലടുത്ത് വീട്ടില് കൊടുത്താലോ? സ്ഥിരമായിട്ട് കൊടുക്കണ വീട്ടിലാ? ഞാൻ ഇക്കാടും കാര്യം പറയാൻ വേണ്ടിട്ട് വിചാരിച്ചിരിക്കുന്നു. എന്താന്നറിയോ, നമ്മൾ സ്ഥിരമായിട്ട് കൊണ്ടുപോയി കൊടുക്കുന്ന പോലെ അവിടെ കുറേ ആൾക്കാർ സക്കാത്ത് കൊടുക്കാനുണ്ട് അവർക്ക്. മാത്രല്ല അവര് വീട്ടിലൊക്കെ ഇപ്പോ മക്കളൊക്കെ അധ്വാനിക്കാനും ഒക്കെ ആയിട്ട് അവരെ നിലയൊക്കെ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലാണ് അവരൊക്കെ ജീവിക്കുന്നത്. സാധാരണ സ്ഥിരമായിട്ട് സക്കാത്ത് കൊണ്ടുകൊടുക്കുന്ന വീട്ടുകളിൽ തന്നെ ആൾക്കാർ എല്ലാവരും കൊണ്ടുപോയി കൊടുക്കുക. അപ്പൊ അവർക്ക് റംസാനായി കഴിഞ്ഞാൽ കൊടുക്കാൻ ഒരുപാട് ആൾക്കാരുണ്ടാവും. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണത്, നമ്മളെ ആ മാലിക്കുളങ്ങരത്തെ വീടില്ലേ, അവിടെ കൊണ്ടുപോയി മമ്മസ്രായിലത്ത് മാലിക്കുളങ്ങര അവിടെ കൊണ്ടുപോയി കൊടുക്കുക നമ്മളെ തവണത്തെ സക്കാത്ത്. അവർക്ക് ഭയങ്കര കോടീശ്വരന്മാരാണ്. അവർക്ക് അവിടുന്ന് ഇവിടുന്ന് പാടം മുതലും ഒക്കെ കിട്ടിയിട്ട് അവര് ലക്ഷപ്രഭുക്കളാണ് ഇപ്പോ. നിങ്ങൾ എന്താ അറിഞ്ഞിട്ടേ ഈ പറയണത്? അവരോടത്തെ ആ ആചാര്യ മരിച്ചു പോയിട്ട് കുറച്ചായി. അവിടുത്തെ തന്തയും തള്ളയൊക്കെ മരിച്ച് എല്ലാ സ്വത്തും മുതലും അവിടുത്തെ 2 ആൺകുട്ടികൾ കൈക്കലാക്കി. അവര് ഭയങ്കര പൈസക്കാരാണെന്നാണ് ഇപ്പൊ എല്ലാരും പറയണത്. അതൊന്നല്ല അവിടുത്തെ അവസ്ഥ. അവിടുത്തെ ആ മോനിപ്പോ കഴിഞ്ഞ ആക്സിഡന്റിൽ മരിച്ചില്ലേ, ആ മരിച്ചതിന് ശേഷം ആ പെണ്ണ്, ആ 2 കുട്ടികളും അവിടെ ജീവിക്കണം. ആ പെണ്ണ് മെഷീൻ അടിച്ചിട്ട് അവിടെ ജീവിക്കണ്. അവരുടെ അവസ്ഥ വളരെ മോശമാണ്. ഞാൻ ഇപ്പൊ 2 ദിവസം മുന്നേ അറിഞ്ഞത്. അപ്പൊ സാധാരണ അങ്ങനെ പാവപ്പെട്ട് ജീവിക്കണ കുറെ ആൾക്കാർ നമ്മളെ നാട്ടിലുണ്ട്. അവരെ കഷ്ടപ്പാടും ദുരിതമൊന്നും അറിയാൻ ആരും ഉണ്ടാവില്ല. അവരാണെങ്കിൽ അവരെ ബുദ്ധിമുട്ടുകളൊന്നും ആരോടും പറയില്ല. ഈ കൊട്ടാരം പോലത്തെ വീടിന്റെ മുറ്റത്ത് കൂടെയാണ് ഈ സക്കാത്ത ആൾക്കാർ കിറ്റുകളായിട്ടും പൈസ ആയിട്ടും ഒക്കെ കൊണ്ടുപോയി അപ്പുറത്ത്. ആ വീട്ടിൽ ഇന്നത്തെ ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ നല്ല കഷ്ടപ്പാടാണ്. പട്ടിണിയും ദാരിദ്ര്യം ഒക്കെയാണ്. ഒരാളും പുറത്ത് പറഞ്ഞിട്ട് നമ്മൾ ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ ഇപ്പൊ 2 ദിവസം മുന്നെയാണ് ഈ വിവരങ്ങളൊക്കെ അറിഞ്ഞത്. ആ 2 കുട്ടികളെ ആ പെണ്ണ് മെഷീൻ അടിച്ചിട്ടാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് കൊടുക്കാനുള്ളത് അവറ്റങ്ങൾക്ക് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കിൽ പടച്ചോഭാഗത്ത് നമുക്ക് കൂലി കിട്ടും. പിന്നെ ഒരു കാര്യമൊക്കെ ഇക്കാട് പറയാനുള്ളത് എന്താണെന്നറിയോ, സക്കാത്ത് കൊടുക്കുന്നത് അത് അർഹതപ്പെട്ടവന് കൊടുക്കണം. മേലെ കിട്ടിക്കൊണ്ടിരിക്കുന്നവന് കൊടുക്കുന്നതിനേക്കാളും എത്രയോ നല്ല കാര്യമാണ്. സക്കാത്തിന് അർഹതപ്പെട്ട ഒരുപാട് പട്ടിണി പാവങ്ങൾ. വീടിന്റെ വലിപ്പം നോക്കിയിട്ട് കാര്യമില്ല, വലിയ വീടായിരിക്കും. ആ വീടിൻ്റെ ഉള്ളിൽ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ ഉള്ള ഇതില്ലാണ്ട് ആൾക്കാർ കിടക്കുന്നുണ്ട്. അറിയോ, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാനുള്ള പാകമില്ലാണ്ട് അവർ പുറത്തു പോയിട്ട് ആരോടും അവരുടെ വിഷമങ്ങളൊന്നും പറയില്ല. അപ്പം അങ്ങനെയുള്ള വീട് കണ്ടെത്തിയിട്ട് വേണം ആര് സക്കാത്ത് കൊടുക്കുകയാണെങ്കിലും കൊടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്തായാലും നാളെ തന്നെ അവരോടക്ക് പോയിട്ട് ആ കുഞ്ഞു മക്കളില്ലേ, ആ മക്കൾക്ക് കൊണ്ടുപോയി കൊടുക്കുക. അതിൽ മാത്രം വലിയ കൂലിയൊന്നും പഠിച്ചു ഇനി നമുക്ക് കിട്ടാനില്ല. അത്ര നല്ല കൂലി നമുക്ക് കിട്ടും. ഈ വാപ്പന്മാരുണ്ടാക്കി വെച്ചിട്ടുള്ള ബംഗ്ലാവ് കണ്ടിട്ടൊന്നും അതിൻ്റെ ഉള്ളില് എല്ലാവരും നല്ല സുഖത്തിലാണ് ജീവിക്കുന്നത് നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ഇല്ലക്കാ, ഒരു വീടിന്റെ ഉള്ളിലത്തെ അവസ്ഥ നമുക്ക് അറിയില്ലല്ലോ. ഉണ്ടാക്കി വീടല്ലേ, അപ്പൊ അതിന്റെ ഉള്ളിലുള്ള ഭക്ഷണങ്ങളും അവരുടെ ജീവിത രീതിയൊക്കെ എന്തായിരിക്കും എന്ന് അള്ളാഹ്ക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പൊ അങ്ങനത്തെ വീടുകൾ കണ്ടെത്തിയിട്ട് കൊടുക്കണം എന്നാണ് ഈ പറയുന്നത് അല്ലേ? ഇൻഷാ അല്ലാഹ്. അപ്പൊ നമുക്ക് നാളെ തന്നെ അവന് പുറപ്പെടാം. നാളെ തന്നെ നമുക്ക് നമ്മളെ കൊണ്ട് കഴിയേണ്ടത് കൊടുക്കാം. അതുകൊണ്ട് അവർക്ക് സന്തോഷമാണെങ്കിൽ സന്തോഷമാകട്ടെ. അടച്ചോണി നമുക്ക് ഇനിയും കൊടുക്കാനുള്ള നിയമത്തും ബർക്കത്തും റബ്ബേ ഈ തരട്ടെ. ആമീൻ. നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക.